പീരുമേട് മേഖലയിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. പെരിയാർ കരകവിഞ്ഞു. വണ്ടിപ്പെരിയാർ മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ 51 വീടുകളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി 1 മണി മുതൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് 4 മണിയോടുകൂടി പെരിയാർ ചുറ്റുപാറ കൈത്തോടിലും പെരിയാർ നദിയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് ഉണ്ടായത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. വണ്ടിപ്പെരിയാർ നെല്ലിമല മുതൽ കക്കിക്കാവൽ വരെയുള്ള ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അടക്കം 45ഓളം സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. ഇതുകൂടാതെ ചുരക്കുളം ആറ്റോരത്ത് 5 വീടുകളിലും ഡൈമുക്കാറ്റോരത്ത് 1 വീട്ടിലും വെള്ളം കയറി. വണ്ടിപ്പെരിയാർ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും അകത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ വെള്ളം കയറി. മരുന്നുകളും മറ്റും ഉപകരണങ്ങളും ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിവെച്ചിരുന്നതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ ആശുപത്രി പ്രവർത്തന സജ്ജമാകണമെങ്കിൽ വെള്ളം കയറിയ സ്ഥലത്തെ ചെളികളും മറ്റും പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇതോടൊപ്പം റോഡ് സൈഡിലുള്ള വീടുകളിൽ വെള്ളം കയറിയത് നല്ല ഉറക്കത്തിന്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീടുകളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ കഴിയാത്ത സാഹചര്യവും ഇവർക്ക് ഉണ്ടായി. എന്നാൽ തൊട്ടടുത്തുള്ള ബന്ധു വീടുകളിലേക്കും മറ്റും കുട്ടികളുമായി ഇവർ മാറി ഇരിക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ വണ്ടിപ്പെരിയാർ വികാസ് നഗറിൽ വലിയ കല്ല് റോഡിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. കൂടാതെ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് ഉരുൾപൊട്ടുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. മിക്ക സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിരുന്നു. വാഗമൺ, കൊട്ടാരക്കര, ദിണ്ടുക്കൽ ദേശീയപാത തുടങ്ങിയ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാളാടിക്കവലയിൽ നിന്നും പോലീസ് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ വിടുകയും ചെയ്തു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.